ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് ഉയർപ്പ് തിരുനാളാണ്. നിനക്ക് തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും നേരെയാണ്. ഈശോ തരുന്ന ശാന്തിയും സമാധാനവും എല്ലാം നിന്റെ ജീവിതത്തിലും കുടുംബത്തിലും പ്രവർത്തന മേഖലകളെല്ലാം നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. 50ഓളം ദിവസങ്ങളായിട്ട് ഈ മഹാസുദിനത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു. നെറ്റിയിൽ കുരിശു വരച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയ യാത്ര ഇന്ന് ഉയർപ്പിന്റെ സന്തോഷത്തിലെത്തിയിരിക്കുകയാണ്. ഈ സന്തോഷം നിലനിൽക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 28-ാം അധ്യായം 6-ാം വാക്യം, അവൻ ഇവിടെയില്ല, താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. മഗ്ദല മറിയവും മറ്റേ മറിയവും കൂടെ ഈശോയുടെ ശവകുടീരത്തിലെത്തിയാണ്. അപ്പോൾ അവിടെ ഒരു ദൂതന്റെ ദർശനം ഉണ്ടാവുകയാണ്. ദൂതൻ പറയുന്ന ഒരു കാര്യമാണ്, അവൻ ഉയർപ്പിക്കപ്പെട്ടു, ഇവിടെയില്ല, അരുളിച്ചതുപോലെ ഉയർപ്പിക്കപ്പെട്ടു. ജീവിതത്തിലെ ഏതെങ്കിലും തരത്തില് നീ ഡൗൺ ആണെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ പ്രതീക്ഷകളെല്ലാം അറ്റുപോയിട്ടുണ്ടെങ്കിൽ, സകല പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് ഉത്തിതനായ ഒരു ക്രിസ്തു ഇവിടെയുണ്ട്. അവന്റെ ഉയർപ്പ് നമ്മൾ ഇന്ന് ആഘോഷിക്കുക. താഴ്ത്തപ്പെട്ടതും തകിടം മറിഞ്ഞതുമായ എല്ലാ ജീവിതത്തിന്റെ മേഖലകൾക്കും അവൻ ഉയർപ്പ് നൽകും. കാരണം അവൻ ശാന്തിയും സമാധാനവും സന്തോഷമാണ്. ഇത് അനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കൈകൾ കൂപ്പി കണ്ണുകൾ അടയ്ക്കാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തിന് നന്ദി പറയുക. ഈ വ്യക്തി നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പ്രാർത്ഥിക്കുന്നു. നീ നൽകുന്ന ശാന്തിയും സമാധാനവും സന്തോഷവും എല്ലാം ഈ കുടുംബത്തിൽ, ഈ വ്യക്തിയിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.